ശിവാനി, ആ മാനേജർ മനോജാ വിളിച്ചത്. ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫയല് ഞാൻ സൈൻ ചെയ്തിട്ടില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിലേക്കൊന്ന് പോണം. ആന്റി കഴിച്ചിട്ട് പോയാ പോരെ? ഒരു കാര്യം ചെയ്യ, നീ കഴിക്ക, എന്നിട്ട് ഒരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് വെക്കോ. ഞാൻ ഓഫീസിലേക്കൊന്ന് വേഗം ചെല്ലട്ടെ. എന്നാ പിന്നെ ഞാനും കഴിക്കുന്നില്ല, ഞാനും കൂടെ വരാം. നോക്ക് ശിവാനി, നീ പ്രഗ്നന്റാ. വിശന്നാൽ അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യും. പക്ഷെ എന്നാലും എന്നാലും ഇല്ല. നിന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. എന്നാ പറഞ്ഞ പോലെ ചെയ്യ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതെന്താ ഇവിടെ ഈ വേഷത്തില്? സർ, കഴിക്കാൻ എന്താ വേണ്ടത്? 2 മസാല ദോശ. സർ, ഉഴുന്നുവട കൂടി ആവാലോ അല്ലേ? എടുത്തോളൂ. ആഹാ, കൊള്ളാലോ. ഇവളിവിടെ സപ്ലയർ ആണോ? സർ, 2 പേർക്കും ചായ കൂടി പറയട്ടെ? കുറച്ച് കഴിഞ്ഞു മതി, അല്ലെങ്കിൽ കഴിക്കുമ്പോഴേക്കും തണുത്തു പോകും. ഇല്ല സർ, ഓർഡർ എടുക്കുന്നു എന്നേ ഉള്ളൂ. സാറിന് ചായ വേണ്ടപ്പോൾ പറഞ്ഞാൽ മതി, ഉടനെ എത്തിച്ചേക്കാം ഞാൻ. ഓക്കെ അല്ലേ? എങ്കിൽ 2 ചായ കൂടി എടുത്തോ. ഒന്ന് വിത്തൗട്ട് സ്ട്രോങ്. അപ്പോൾ ഒരെണ്ണം മീഡിയം അല്ലേ? അതെ. സാർ, ഓരോ കവിടെ ചൂടുവെള്ളം കുടിച്ചിരുന്നോളൂ. മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ ഓർഡർ എത്തിക്കാം. നിധി, ഇത്രയ്ക്ക് പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നന്നായിട്ടുണ്ട് നിധി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു റെസ്റ്റോറന്റ് കൂടി തുടങ്ങേണ്ടി വരും. തുടങ്ങണം സർ. എന്നെ പോലെയുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റുമല്ലോ. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ച് നല്ല പിള്ള ആയിക്കോളും. ഇവളിങ്ങനെ വിട്ട പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. നിധി, നിന്നെ ഇപ്പൊ പുകഴ്ത്തി പറഞ്ഞ ആ ഓണർ തന്നെ നിന്നെ ഇവിടെ നിന്നത്തോടെ ഇറക്കി വിടുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ നീ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ശരി, പറയാം. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. മാഡം, കഴിക്കാൻ എന്താ വേണ്ടത്? നല്ല വിശപ്പുണ്ട്, പക്ഷേ എനിക്ക് സപ്ലൈ ചെയ്യാൻ താൻ പോരാ. നിൽക്കുന്ന ആളില്ലേ, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി, പറയാം. നിധി, ആ കസ്റ്റമറിന് നിധിയെ തന്നെ വെയിറ്ററായിട്ട് വേണമെന്ന് പറഞ്ഞു. ഒന്ന് അറ്റൻഡ് ചെയ്യാം. വാ. മാഡത്തിന് എന്താ വേണ്ടത്? സ്കൂളിലെ പൊടിപ്പിള്ളേരുടെ പാത്രം കഴുകി മതിയാകാഞ്ഞിട്ടാണോ നീ ഇപ്പൊ വലിയവരുടെയും പാത്രം കഴുകാനായിട്ട് ഹോട്ടൽ പണി തിരഞ്ഞെടുത്ത്? എന്തായാലും പുരോഗതിയൊക്കെ ഉണ്ട്. കുട്ടികളുടെ എച്ചിൽ പാത്രത്തിൽ നിന്നും മുതിർന്നവരുടെ എച്ചിൽ പാത്രത്തിലേക്ക് പ്രൊമോഷൻ കിട്ടിയല്ലോ. വെരി ഗുഡ്. എന്തായാലും ഈ സപ്ലൈയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കൂട്ടുകാരി. വേറൊന്നും കൊണ്ടല്ല, ഗൗതമിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണല്ലോ നീ കൊള്ളാവുന്ന ഒരു തുണിയെങ്കിലും ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിനക്കിപ്പോഴും ചേരുന്നത് ഇതൊക്കെ തന്നെയാ. നീ പിന്നെ പ്രണവിനെ പറ്റിച്ച് അവന്റെ ഭാര്യ ആവുന്നതിന് മുൻപേ കോടീശ്വരിയായിരുന്നല്ലോ. 50 നില മാളികയിൽ പട്ടുവസ്ത്രം ഉടുത്ത് ജീവിച്ചിരുന്നവളാണല്ലോ നീ. ഈ ഹോട്ടലിലെ വെറും സപ്ലയറാ നീ. ഒരു കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലോടി നിനക്ക്?
ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ആ എക്സ്ക്യൂസ് മീ, ആ. ഒന്ന് വരൂ. എന്താ മേഡം? എന്ത് പറ്റി മേഡം? അല്പം മര്യാദയ്ക്ക് പെരുമാറുന്ന ബേറർമാരെ വെച്ചൂടെ ഹോട്ടലില്? ഒരു കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവരെയൊക്കെ ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. നിധിയെ കുറിച്ചാണോ മേഡം പറയുന്നത്? നിധി വളരെ ഡിസിപ്ലിൻഡായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ മേഡം. എന്ത് പറ്റി മേഡം? അപ്പൊ ഞാൻ കള്ളം പറയുന്നു എന്നാണോ? എന്നോട് ഇവള് വളരെ മോശമായിട്ടാണ് മിസ്റ്റർ ഇടപെട്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി മേഡം. നിധി, മേഡം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്ക്. ശരി സർ. ആ ശരി. എന്താടി, ഇനി നിനക്കൊന്നും പറയാനില്ലേ? നാവ് ഇറങ്ങിപ്പോയോ നിന്റെ? കഴിക്കാൻ എന്താ വേണ്ടത്? എന്തെന്ത്? ഞാനെന്താ ഇവിടെ അന്നദാനം കഴിക്കാൻ വന്നത്? ദേ നോക്ക്, മാഡത്തിന് കഴിക്കാൻ എന്താ വേണ്ടത് എന്നിങ്ങോട്ട് ചോദിച്ചേ. മാഡം അത് ചേർത്ത് വിളിക്കണം, മനസ്സിലായോ? മാഡത്തിന് എന്താ വേണ്ടത്? ആ, പോയൊരു പപ്പായ ജ്യൂസ് എടുത്തിട്ട്. പറഞ്ഞത് കേട്ടില്ലേ? പപ്പായ ജ്യൂസ് ഒരെണ്ണം. അല്ല, മാഡം പ്രഗ്നന്റ് അല്ലേ? എന്റെ അറിവ് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പിന്നെ പപ്പായ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുമോ? അത് കുഞ്ഞിന് ദോഷമാണ് മാഡം. എന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ അതിനെയൊക്കെ ഞാൻ ഗർഭത്തിലേ വളർത്തിയെടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട്. കാരണം നിന്നെ പോലെയുള്ളവരെയൊക്കെ അടിച്ചൊതുക്കാനുള്ളത്. ഒരു പപ്പായ ജ്യൂസിനൊന്നും എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. പോയി പപ്പായ ജ്യൂസ് എടുത്തിട്ട് വാടി. ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ അല്ലേ? പപ്പായ ജ്യൂസ് ഇപ്പൊ ശരിയാക്കി തരാം. നീ പപ്പായ ജ്യൂസ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. അതുകൊണ്ട് തന്നെ നിനക്കിട്ടൊരു പണി ഞാൻ തന്നോളാം. एक पपाया 2 ऑरेंज. दो ऑरेंज और एक पपाया. मैडम कुടിക്കൂ. ഈശ്വരമംഗലത്ത് വെച്ച് എന്തായിരുന്നു നിന്റെ ഷോ? ഇപ്പൊ മാഡം എന്നൊക്കെ വിളിച്ച് നീ ജ്യൂസ് കൊണ്ട് തരുമ്പോ വല്ലാതെ കുളിര് പോരുവാ. താങ്ക്സ് മാഡം. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇങ്ങനെയാണോ സെർവ് ചെയ്യുന്നേ? എന്റെ ഡ്രസ് മൊത്തം നാശാക്കി. നീ കാല് വെച്ച് വീഴ്ത്തിയതല്ലേ? എന്താ മേഡം, എന്തു പറ്റി? നിങ്ങൾ ഈ സപ്ലൈർ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പണിയുണ്ടോ? നേരത്തെ ഞാൻ കുറ്റപ്പെടുത്തിയതിന്റെ ദേഷ്യത്തില് ഈ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്ന് മനപ്പൂർ എന്റെ ദേഹത്തേക്ക് മറിച്ചിട്ടു. നോക്ക്. എന്താ നിധി ഇത്?